ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെൻ്റെ സെക്കൻഡ് ഡേ ആണ് ബെൽഫാസ്റ്റിൽ. ഒരു 1 വീക്ക് ഗ്യാപ്പ് എടുത്തു ഈ സെക്കൻഡ് വീഡിയോ ഇടാനായിട്ട്. ഈ വീഡിയോ എൻ്റെ ബർത്ത്ഡേ ദിവസത്തിൽ ഞാൻ എടുത്ത വീഡിയോ ആയിരുന്നു. സോ സെക്കൻഡ് ഡേ ഞാൻ പ്രത്യേകിച്ച് വലിയ പ്ലാൻസ് ഒന്നും നടത്തിയില്ല. ഞാൻ താമസിച്ചത് ഒരു ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ടൂർ ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് രാവിലെ, എൻ്റെ ബർത്ത്ഡേ ദിവസം രാവിലെ ഞാൻ ടൂർ ബസ്സിൻ്റെ ഓഫീസിൽ പോയി ചോദിച്ചു, എനിക്കും കൂടെ ഇന്ന് വരണം, എന്തെങ്കിലും സീറ്റ് ബാക്കിയുണ്ടോ ഇന്നത്തെ ദിവസത്തേന്ന്. അങ്ങനെ അവരോട് ഞാൻ എൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞപ്പം അവർ ഒരു സീറ്റ് തന്നു. എനിക്ക് കിട്ടിയ സീറ്റ് ഡ്രൈവറിൻ്റെ തൊട്ടിപ്പുറത്ത് ഉള്ളൊരു സീറ്റായിരുന്നു. ലൈക്ക് ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്ന് എല്ലാം കണ്ടുപോകാൻ പറ്റുന്നൊരു സീറ്റ്. ആകെയുള്ളൊരു കുഴപ്പം, എവിടെയെങ്കിലും സ്റ്റോപ്പ് നിർത്തി എല്ലാവരും ഇറങ്ങണമെങ്കിൽ ഞാൻ ആദ്യം ഇറങ്ങണം. അതേപോലെ ഏറ്റവും അവസാനം എനിക്ക് കയറാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഈ ടൂർ പാക്കേജ് എന്ന് പറയുന്നത് നോർത്തേൺ അയർലൻഡിൻ്റെ കോസ്റ്റൽ ഏരിയാസൊക്കെ കവർ ചെയ്യുന്ന ഒരു പാക്കേജായിരുന്നു. ആദ്യം നിർത്തിയതൊരു കാസലിലായിരുന്നു. ഫെർഗസ് കാസൽ എന്ന് പറയുന്ന ഒരു കാസൽ, ഒരു 800 വർഷത്തോളം പഴക്കമുള്ളൊരു കാസലാണ്. അവിടെ ഒരു 15 മിനിറ്റ്സ് നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെയുള്ള യാത്ര മുഴുവനും ഐറിഷ് സീയുടെ ഒരു ലൈക്ക് ആ ഒരു സീൻ കണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്ത് ഭംഗിയായിരുന്നു. അതിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയ ഐറിഷ് സീയിൽ ഒരു എമറോൾഡ് ഗ്രീനും അതേ സമയത്തൊരു ബ്ലൂവും കൂടെ ചേർന്നിട്ടുള്ളൊരു ഭയങ്കര ഭംഗിയായിരുന്നു അത് കാണാൻ. 2 കളറ് നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ കാണാൻ പറ്റുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെൽഫാസ്റ്റിൽ ഞാനൊരു യൂത്ത് ഹോസ്റ്റലിലായിരുന്നു നിന്നെ. അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ട സ്വിറ്റ്സർലാൻഡുകാരിയാണ് അന്ന മരിയ. യൂത്ത് ഹോസ്റ്റലായതുകൊണ്ട് തന്നെ ഒരു ഡോർമെട്രി ആയിരുന്നു, 4 ബെഡ് അടങ്ങിയ. ഞങ്ങൾ 2 പേരും സെയിം റൂമിൽ തന്നെയായിരുന്നു. ഭയങ്കര സ്വീറ്റായിട്ടുള്ള ഒരാൾ. പുള്ളിക്കാരിയാണ് എൻ്റെ അടുത്ത് ഈ ടൂറിനെ പറ്റി പറയുന്നത്. തലേന്ന് രാത്രി പുള്ളിക്കാരി ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസത്തേക്ക് വേണ്ടി. സോ ഞാൻ ഈ പോകുന്ന ബസ്സിന് തൊട്ട് മുമ്പ് വേറൊരു ബസ്സിൽ പുള്ളിക്കാരി ഈ സെയിം റൂട്ടിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ രാവിലെ പോയി ചോദിച്ചതുകൊണ്ട് പുള്ളിക്കാരി പോയ ബസ്സിൽ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതിന് തൊട്ട് പുറകെ വന്ന് വേറെ ബസ്സിലായിരുന്നു ഞാൻ പോയത്. പക്ഷേ ലൈക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ട്രിപ്പ് തന്നെയായിരുന്നു. ആ ബസ്സിൽ ഒരുവിധം എല്ലാവർക്കും എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്നറിയാമായിരുന്നു. അപ്പോൾ എന്നെ അവർ ബർത്ത്ഡേ ഗേൾ എന്ന് പറഞ്ഞിട്ടായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഇതൊരു ഓഡിയോ ടൂറും കൂടിയായിരുന്നു. അപ്പോൾ ഡ്രൈവറിൻ്റെ അടുത്തിരിക്കുന്നതുകൊണ്ട് പുള്ളി ഹെഡ്സെറ്റിൽ അവിടെ കാണുന്നത് എൻ്റെ ജേർണി മൊത്തവും ഹിസ്റ്ററിയും അതിൻ്റെ ഓരോ ലാൻഡ് മാർക്സിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രൈവറ്റ് ടൂർ പോലെ ക്ലിയർ ആയിട്ട് കേൾക്കായിരുന്നു എന്താ പറയുന്നതെന്ന്. ഗെയിം ഓഫ് ത്രോൺസ് കണ്ടവർക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു യാത്രയായിരുന്നു. പക്ഷേ ഞാൻ അത്ര ഫാനൊന്നും അല്ല ഗെയിം ഓഫ് ത്രോൺസിൻ്റെ, അത്ര എന്നല്ല, ഒട്ടും ഫാനല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പലതും അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷേ ഈ ഡ്രൈവർ മൂപ്പര് മൊത്തത്തിൽ ഓരോ സീസണിൽ അതിവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത്, അതിലെ ഓരോ ക്യാരക്ടേഴ്സ് ഇവിടെയായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തതുകൊണ്ട് അതെനിക്കത്ര മനസ്സിലായില്ല. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ എനിക്ക് തോന്നി വീഡിയോയിനെക്കാട്ടിലും ഭംഗിയായിരുന്നല്ലോ നേരിട്ട് കാണാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ടതിനെക്കാട്ടിലും ഭംഗി കാണാത്തതായിരുന്നു എന്ന് തോന്നുന്നു. അത്ര ഭംഗിയായിരുന്നു. ലൈക്ക് ഒരു സൈഡ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മറ്റേ സൈഡ് മിസ്സായി പോകുന്നൊരു അവസ്ഥയായിരുന്നു. അത്രയും ഭംഗിയായിരുന്നു ആ യാത്ര മുഴുവനും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്രകൾ പോകുമ്പം നമുക്കറിയാത്ത
കംപ്ലീറ്റ്ലി സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള പല രാജ്യത്തു നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുടെ കൂടെ ബസ്സിൽ അങ്ങനെ പോയി ഇടയ്ക്കിടയ്ക്ക് നിർത്തുമ്പം അവരെ കാണുന്നു, പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു. അതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളാണ്. അത് പ്രത്യേകിച്ച് എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം തന്നെ എനിക്കത് ചെയ്യുമ്പം ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഹാപ്പിയായിരുന്നു. ഇതിൽ കുറേ പേര് ഇറങ്ങാൻ നേരം എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനത്തെ കൺട്രി സൈഡ് ഭയങ്കര ഇഷ്ടമാണ്. എന്നെപ്പോലെ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? എനിക്കറിയാവുന്ന ഒരുവിധം എല്ലാവർക്കും ഭയങ്കര വലിയ സിറ്റീസൊക്കെയാണ് ഇഷ്ടം. മാഞ്ചസ്റ്ററും ലിവർപൂളും ലണ്ടനൊക്കെ പോലത്തെ സിറ്റീസ്. പക്ഷേ എനിക്കിങ്ങനത്തെ കൺട്രി സൈഡായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ, ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലാതെ അങ്ങനത്തെ സ്ഥലങ്ങൾ എനിക്ക് കൂടുതലിഷ്ടം. അതിലെപ്പോഴും ഞാൻ ഓർക്കും, ഞാൻ ഭയങ്കര ലക്കിയാണ് ചെസ്റ്റർ പോലത്തെ ഒരു സ്ഥലത്ത് എനിക്ക് താമസിക്കാൻ, പഠിക്കാൻ വരാനും പറ്റിയത്. ചെസ്റ്റർ ഒരു ചെറിയ ടൗണാണ്. ഞാൻ ചെസ്റ്ററിനെ പറ്റി വേറൊരു വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തവർക്ക് കുറച്ചും കൂടി ചെസ്റ്റർ അറിയുന്നുണ്ടാവും. ഇനി എവിടെ പോയാലും എൻ്റെ ഒരു സെക്കൻഡ് ഹോം എന്ന് എനിക്ക് തോന്നുന്ന ഒരു സ്ഥലമാണ് ചെസ്റ്റർ. 3 വർഷമായില്ലേ, അതായിരിക്കും. എൻ്റെ മുൻപത്തെ വീഡിയോയിൽ ഞാൻ ഫെറി യാത്രയിൽ അതിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലിവർപൂൾ ടു ബെൽഫാസ്റ്റ് ഞാൻ ഫെറി സിംഗിൾ ടിക്കറ്റിലെടുത്ത് വരുമായിരുന്നു. തിരിച്ച് ഞാൻ ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഞാൻ എക്കണോമി ക്ലാസ് എടുത്തത് കൊണ്ട് തന്നെ 36 pounds ആയിരുന്നു സിംഗിൾ ടിക്കറ്റ്. ഒരു അപ്ഗ്രേഡഡ് ലോഞ്ച് പോലെ എടുക്കുമ്പോൾ 40 pounds ആയിരുന്നു ഞാൻ കണ്ട അവരുടെ സ്റ്റെന ലൈൻ്റെ സൈറ്റിൽ. ഇപ്പോൾ ഉറങ്ങാനൊക്കെ ക്യാബിൻസ് ബുക്ക് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ചാർജസാണ്. ഞാൻ യാത്രകളിൽ അങ്ങനെ ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആളല്ലാത്തതുകൊണ്ട് ഞാൻ ക്യാബിനൊന്നും എടുത്തില്ല. ഇത് ഞങ്ങളൊരു സ്റ്റോപ്പ്, ഒരു ഫോട്ടോ സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ നിർത്തിയതാണ്. എല്ലാവർക്കൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനും ഒക്കെ ആയിട്ട് ഒരു ബസ് സ്റ്റോപ്പ് പോലെ ഇങ്ങനത്തെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഒന്ന് നിർത്തി കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു. നല്ല വെയിലായിരുന്നു, പക്ഷെ അതേസമയം നല്ല തണുപ്പും ഉണ്ടായിരുന്നു, തണുത്ത കാറ്റുണ്ടായിരുന്നു. ഇത്രയും വെയിൽ തോന്നിയാലും ഇനി കാണാൻ പോകുന്നത് റാറ്റ്ലിൻ ഐലൻഡാണ്. ഐറിഷ് സീയിലുള്ള നോർത്തേൺ അയർലൻഡിൽ തന്നെ നോർത്തേൺ മോസ്റ്റ് പോയിൻറ്റ്. അവിടെ ഒരു 140ഓളം പോപ്പുലേഷനേ ഉള്ളൂ എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഞങ്ങളതിൻ്റെ ഇടയ്ക്കൊരു ഹോട്ടലിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടി നിർത്തി. ടൂറിസ്റ്റുകാർക്ക് തന്നെ എന്താ തയ്യപ്പുള്ളൊരു ഹോട്ടലായിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു കൂപ്പണൊക്കെ തന്നു 10% ഓഫറിന് വേണ്ടി. ബുഫേ സിസ്റ്റം ആയിരുന്നു. അവിടുത്തെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി കാണാൻ പോകുന്നത് നമ്മുടെ വേൾഡിലെ തന്നെ ഓൾഡസ്റ്റ് ലൈസൻസ്ഡ് വിസ്കി ഡിസ്റ്റിലറിയാണ്. അത് ഓൾഡ് ബുഷ്മിൽസ് ഡിസ്റ്റിലറി. 1608 കാലഘട്ടത്തിലുണ്ടായതാണ്. അവിടുത്തെ തന്നെ റിവർ ബുഷ് എന്ന് പറയുന്ന അവിടെ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് അതൊരു വില്ലേജ് തന്നെയാണ്. ബുഷ്മിൽ എന്ന് പറയുന്ന വില്ലേജ്. അവിടുത്തെ എല്ലാവരും ഇതിനൊരു പാർട്ടായിട്ട് ഒരുമിച്ച് നടത്തുന്ന ഒരു ഡിസ്റ്റിലറിയാണ്.
അവിടെ നിന്ന് ഞങ്ങൾ അവസാനത്തെ സ്റ്റോപ്പായിട്ടുള്ള ജെയിൻ കോസ്വേയിലാണ് പോകുന്നത്. ജെയിൻ കോസ്വേ എന്ന് പറയുന്ന യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. 1986-ലാണത് യുനെസ്കോയുടെ അകത്ത് ഡിക്ലെയർഡ് ആയത്. ഈ ഒരു പ്ലേസ് 4th ഗ്രേറ്റസ്റ്റ് നാച്ചുറൽ വണ്ടർ ഇൻ UK ആണ്. അത്ര തന്നെ ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. നല്ല കാറ്റായിരുന്നു, തണുപ്പും ഉണ്ടായിരുന്നു, ചെറുതായിട്ട് മഴയും ഉണ്ടായിരുന്നു. ഈ പുറകിൽ കാണുന്നത് ലണ്ടനിൽ നിന്ന് വന്ന കുറച്ച് കുട്ടികളാണ്. അവർ നല്ല കമ്പനിയായിരുന്നു. ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഹോട്ടലിൽ കയറിയപ്പം അവരെന്നെയും കൂടെ കൂട്ടി. അവർ മലയാളീസ് അല്ല, പക്ഷെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ബാക്കി വേറെ സ്റ്റേറ്റ്സിൽ നിന്നുള്ളവരായിരുന്നു. ഞാൻ ശരിക്കും കടലിൻ്റെ ഒരാളാണെന്ന് പറയാം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കടൽ. പലർക്കും പല ലാൻഡ്സ്കേപ്സ് ആണല്ലോ ഇഷ്ടം. മൗണ്ടെയ്ൻസ് ഇഷ്ടമുള്ള ഒത്തിരി പേരെ എനിക്കറിയാം. അതേസമയം എനിക്ക് എത്ര നേരം വേണമെങ്കിലും കടൽ നോക്കിയിരിക്കാൻ പറ്റും. പക്ഷെ ഇത് ഭയങ്കര തണുപ്പായിരുന്നു, കാറ്റായിരുന്നു. എന്നാലും അതിനൊരു ഭംഗി, ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. ആ കല്ലും കടലിൻ്റെ ഒരു കളറും ഒക്കെ എന്ത് രസമായിരുന്നു എന്നോ. നല്ല ഒരു ബ്ലൂ സ്കൈയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു അത് മുഴുവനായിട്ട് കാണാനായിട്ട്. ഞാൻ ഓർത്തു ഇനി മഴയൊക്കെ പെയ്യുമെന്ന്, പക്ഷേ മഴയൊന്നും പെയ്തില്ല. ജെയിൻ കോസ്വേയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 40,000-ഓളം കല്ലുകൾ, അതായത് ഇൻ്റർലോക്കിംഗ് കല്ലുകൾ, നമുക്ക് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് പോലെ അതിങ്ങനെ കടലിലോട്ട് ഇറങ്ങി ചെല്ലുന്ന ഒരു ഭയങ്കര ഭംഗിയാണത് കാണാനായിട്ട്. ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അവിടെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും. രാവിലെ ഒരു 10 മണിക്ക് പുറപ്പെട്ടതാണ്. 5-5:30 ആകുമ്പോഴേക്കും തിരിച്ച് ബെൽഫാസ്റ്റിലെത്തും. തിരിച്ച് ചെന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സ്വിറ്റ്സർലാൻഡുകാർ പുള്ളിക്കാരിയുടെ കൂടെ പുറത്ത് പോകാം, നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ ഇരിക്കുന്നത്. പുള്ളിക്കാരിക്ക് ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 5 കൊല്ലം മുമ്പ് ഇന്ത്യ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. രാജസ്ഥാനിലാണ് പോയത്. അതുപോലെ താജ്മഹലും കാണാൻ പോയി. എൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഫോട്ടോ എടുത്തതൊക്കെ എനിക്ക് കാണിച്ചു തന്നു, സാരിയൊക്കെ എടുത്ത്. മാത്രമല്ല ഷാരൂഖ് ഖാൻ്റെ ഭയങ്കര ഫാനും കൂടിയാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. വേറെ ഏതോ രാജ്യത്തുനിന്ന് ഭയങ്കര സ്ട്രേഞ്ചായിട്ട് നമ്മൾ പോയി മിണ്ടുന്നു, റാൻഡമായിട്ട് കാണുന്നു, പക്ഷെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നു. അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. അങ്ങനെ ഞാൻ തിരിച്ചെത്തി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു നേപ്പാളീസ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. ഞങ്ങൾ ചെന്നതേ പുള്ളിക്കാരി അവിടെ ഉള്ളവരോട് പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ ആണ്. ഈ കാണുന്ന ആട്ടോ അന്ന. ആ റെസ്റ്റോറൻറ്റ് ഓണർ ഒരു നേപ്പാളി ചേട്ടനായിരുന്നു. പുള്ളി വൻ വൈബ്. പുള്ളി എവിടെ നിന്നൊക്കെയോ ഈ ബാനറൊക്കെ തപ്പിപ്പിടിച്ച് ആകെപ്പാടെ അതൊരു സീനാക്കി. ഇതവിടുത്തെ സ്റ്റാഫ് എനിക്കൊരു ചെറിയൊരു കേക്ക് എവിടെ നിന്നോ സംഘടിപ്പിച്ച് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ പാട്ട് കേട്ടാൽ മനസ്സിലാകും എന്തായിരുന്നു അവിടുത്തെ ഓളം എന്ന്. എനിക്ക് പുള്ളിക്കാരി ഗിഫ്റ്റൊക്കെ തന്നോട്ടോ, ഒരു ക്യാൻഡിലും ഒരു ഹാൻഡ് ക്രീമും ഒക്കെ. അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ ഓർത്തു എനിക്ക് രാവിലെ ചെക്കൗട്ട് ചെയ്യണമായിരുന്നു ഒരു 11 മണിയൊക്കെ ആയപ്പം. പക്ഷെ ഞാൻ ചെക്കൗട്ട് ചെയ്തെങ്കിലും ഞാൻ എൻ്റെ ലഗേജ് അവിടെ തന്നെ വെച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ബെൽഫാസ്റ്റ് സിറ്റി ഒന്ന് കണ്ടേക്കാം നടന്ന്. ഭയങ്കര രസമായിട്ട് കുറേ നല്ല ബിൽഡിങ്സൊക്കെ കണ്ടു. എനിക്ക് ആ ക്രൗഡ് ഒത്തിരി ഇഷ്ടമായി. നല്ലൊരു കാം ആൻഡ് പ്ലസൻറ്റ് ക്രൗഡ് തന്നെയായിരുന്നു.
വെതറും വലിയ മോശമില്ലാത്ത വെതർ തന്നെയായിരുന്നു. അതുകൊണ്ട് ഒരുവിധമൊക്കെ നടന്ന് കാണാൻ പറ്റി. എനിക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ പറ്റുന്ന അത്രയും നടക്കാൻ പറ്റുന്നതെല്ലാം ഞാൻ കവർ ചെയ്തു. എനിക്ക് നൈറ്റ് ഒരു 8:30ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ ഒരു മണിക്കൂറുണ്ട് ഞാൻ താമസിക്കുന്ന ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എയർപോർട്ടിലോട്ട് പോവാൻ. ഞാൻ പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ നിന്ന് ലഗേജും ഒക്കെ എടുത്ത് ബസ്സിൽ എയർപോർട്ടിലോട്ട് ഞാൻ പോയി. പോകുന്നതിന് മുമ്പ് ഞാനും അന്നേ ലാസ്റ്റായിട്ട് കണ്ടു. ബായൊക്കെ പറഞ്ഞു, നമ്പറൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് പോകണമെന്ന് തോന്നിയപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വേറൊരു സൺഗ്ലാസ്, എനിക്ക് 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു സൺഗ്ലാസ് പുള്ളിക്കാരിക്ക് കൊടുത്തു. പിന്നെ എൻ്റെ 3 ദിവസത്തെ ബെൽഫാസ്റ്റ് യാത്ര അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ 1 മണിക്കൂറിൽ ഞാൻ മാഞ്ചസ്റ്ററിലെത്തി. മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ തന്നെ ട്രെയിൻ സ്റ്റേഷനുണ്ട് ആ ബിൽഡിങ്ങിൽ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ നേരെ ചെസ്റ്ററിലോട്ടും പോയി. ഇനി ഉടനെ തന്നെ എൻ്റെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഇത്ര ലാഗില്ലാണ്ട് വരാൻ ഞാൻ നോക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.